ഒരു തവണ പ്രണയിച്ചിട്ട് പിന്നെയും പ്രണയിക്കുന്ന അല്ലെ പ്രണയിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ കഥയാണ്. കാലം മാറിയിട്ടുണ്ട്, കാലഘട്ടം മാറിയിട്ടുണ്ട്, അവരുടെ മെൻറ്റാലിറ്റി അടക്കം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യാരക്ടേഴ്സും ജഡ്ജ്മെൻറ്റിലാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജഡ്ജ്മെൻറ്റിലാവാതിരിക്കുക എന്നൊരു കാര്യം ഞാൻ ആദ്യം തൊട്ടേ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ എൻ്റെ സിനിമയിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരു ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യുന്നില്ല. അത് പല പല രീതികളിലാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അശങ്ങളെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു വൈഡായിട്ട് ഒരു ഫ്രെയിമിൽ പ്ലേ ചെയ്യാന്ന് പറയുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുവാണ്. നമ്മളൊരു കാഴ്ചക്കാരനാണ്, നമ്മൾ ഇൻവോൾവ് ആവുന്നില്ല. ക്യാമറ വഴി നമ്മൾ അധികം മാനിപ്പുലേഷൻസ് ശ്രമിക്കുന്നില്ല. മിക്കവാറും നമ്മളൊരു കാണിയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഷണോയ്സിൽ കണ്ട ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ സഞ്ചരിക്കുന്ന കാറിനകത്ത് ഞാൻ പെട്ട പോലെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധനമാണ്. അപ്പം നമ്മൾ അവിടെ ഉണ്ട്, പക്ഷെ നമ്മളൊരു കാണി മാത്രമാണ്, നമ്മൾ ഇൻവോൾവ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓരോരുത്തരുമായിട്ടും നമ്മൾ എംപതറ്റിക് ആവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ജഡ്ജ്മെൻറ്റ്. അത് കാരണം എൻ്റെ ക്യാമറയിലൂടെ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, വിശാഖിൻ്റെ സ്ക്രിപ്റ്റിലൂടെ വിശാഖ് ജഡ്ജ് ചെയ്യുന്നില്ല. അവരായി കാണിച്ചു തരാൻ മാത്രമാണ് നോക്കുന്നത്. എന്ന് മാത്രമല്ല ഇവരെല്ലാം വളരെ കോംപ്ലക്സ് പേഴ്സണാലിറ്റികളായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്നു. ഇവരുടെ ഒന്നും തീരുമാനങ്ങൾ എളുപ്പമല്ല. വിവാഹ ജീവിതം സന്തോഷകരമല്ലാത്തത് കൊണ്ട് വേറൊരു ബന്ധത്തിലേക്ക് പോകുന്ന ആളല്ല. ഇതെല്ലാം കോംപ്ലക്സ്, അങ്ങനെയാണ് ഈ ഈസി ഡിസിഷനുകൾ. ഇതെല്ലാം കോംപ്ലക്സ് ഡിസിഷനുകളാണ്. അതുപോലെ തന്നെ കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്.